ക്യുബോട്ട് എന്ന ബ്രാൻഡിന്റെ ക്യുബോട്ട് കിങ്കോങ് പവർ 3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്യുബോട്ട് കിങ്കോങ് പവർ 3 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ഇത് ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ്. ഫീച്ചേഴ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ IP68 69K റേറ്റിംഗ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു IP റേറ്റിംഗ് ആണ്. ഈ ഫോൺ വാട്ടർ റെസിസ്റ്റന്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റന്റുമാണ്. പിന്നെ MIL STD 810Hന്റെ സർട്ടിഫിക്കേഷനും ഇതിൽ ലഭിച്ചിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റിക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ്. റഗഡ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോണിന്റെ ബാക്കിൽ വലിയ സ്പീക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. 123 dB 3 വാട്ടിന്റെ സ്പീക്കേഴ്സാണ് ഫോണിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. 3 മൈക്രോഫോണും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. NFC സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ബാക്കിൽ കുറച്ച് LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10200 mAh ബാറ്ററി ഇതിൽ കൊടുത്തിട്ടുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 11,800 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കുള്ള നല്ല ചാർജിങ് സ്പീഡുമാണ് ഇത്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം മികച്ചൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ LCD പാനൽ ഓക്കെയാണ്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പഞ്ചോൾ ഡിസൈൻ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പഞ്ചോൾ ഡിസൈൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. പഞ്ചോൾ ഡിസൈനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ mediatekന്റെ helio G99 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇത്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ 5G സപ്പോർട്ടൊന്നും ഉണ്ടാവില്ല. മാക്സിമം 4G സപ്പോർട്ടാണ് ഇതിൽ വരുന്നത്. ബേസ് വേരിയന്റിൽ 6GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. അപ്പം ബേസ് വേരിയന്റിൽ തന്നെ 256GB ഇന്റേണൽ കിട്ടുന്നുണ്ട്. നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇത് കൂടാതെ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 12GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 100 MP മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 5 MP ഒരു മാക്രോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കുകളില്ലാത്തൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 425 ഗ്രാമാണ്. വെയിറ്റ് വളരെ കൂടുതലാണ്. സാധാരണ ഫോണുകളെക്കാളൊക്കെ ഡബിൾ വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 20 mm ആണ്. അപ്പോൾ സാധാരണ ഫോണുകളെക്കാളൊക്കെ ഇരട്ടിയിൽ കൂടുതൽ തിക്നെസ് ഇതിൽ വരുന്നുണ്ട്. വെയിറ്റും തിക്നെസ്സും കൂടിയ ഫോണാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം AliExpressലൊക്കെ ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് $139 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 11,800 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. വളരെ മികച്ച ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു IP റേറ്റിങ്ങും അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബേസ് വേരിയന്റിൽ തന്നെ 256GB ഇന്റേണലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ബാക്കിൽ LED ലൈറ്റും NFC സപ്പോർട്ടും 3 മൈക്രോഫോണും വലിയ സ്പീക്കറും ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ബാക്കി ഫീച്ചേഴ്സും വലിയ തരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഒരു പഞ്ചോളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ വെയിറ്റും തിക്നെസ്സും വളരെ കൂടുതലാണ്. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്ത് വെക്കണം. എന്തായാലും റഗഡ് ഫോൺസ് അങ്ങനെയാണ്. വെയിറ്റും തിക്നെസ്സൊക്കെ പൊതുവേ കുറച്ച് കൂടാറുണ്ട്. എന്തായാലും ക്യുബോട്ട് കിങ്കോങ് പവർ 3 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ളൊരു സ്മാർട്ട് ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുമോ എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.